ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നേന്ത്രപ്പഴവും അരിപ്പടിയും വെച്ചിട്ടുള്ള ഒരു ബനാന ബോൾസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി തൊലി കറുത്ത 3 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു അപ്പച്ചമ്പിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കണം. നല്ലത് പുഴുങ്ങിയെടുത്ത് കൊണ്ടുവരാം. പുഴുങ്ങിയെടുത്ത നേന്ത്രപ്പഴം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെയൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. പിന്നീട് ഉടച്ചെടുത്ത നേന്ത്രപ്പഴത്തിലേക്ക് 1/4 കപ്പ് അരിപ്പടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പത്തിരിപ്പടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിഞ്ച്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തൊരു ഡോ ആക്കി കൊണ്ടുവരണം. ഇതിവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ശേഷം ഒരു കടായി സ്റ്റൗ మీద വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് മിക്സഡ് നട്ട്സാണ്, അതിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്ത നട്ട്സാണ്, മിക്സഡ് ആയിട്ടുള്ളതാണ്. എല്ലാം ഒന്നിച്ചുള്ള ഒരു നട്ട്സാണിത്. പിന്നീട് അതിലേക്ക് ഒരു അരക്കപ്പ് ഉണ്ടാവും തേങ്ങ അതിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് അതിലേക്കൊരു 1/4 കപ്പ്, ഇതിന് മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് ശർക്കരപ്പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ബനാന ബോളിന് വേണ്ട ഫില്ലിങ്ങിന് വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 2 ഈത്തപ്പഴമാണ്, അത് കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, എൻ്റെ അടുത്തുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്തതാണ്. അത് ആ ചൂടിൽ മെൽറ്റായി വന്നുകൊള്ളും. തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഡോ നമുക്കെടുത്ത് പരത്തിയെടുക്കണം. അതിനുവേണ്ടി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇതുപോലെ ഓരോ ഉരുളകളാക്കുക. ഇതുപോലെ ഉരുളകളാക്കി ഇതുപോലെ കൈയുടെ ഉള്ളം കൈയിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഇതിന് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുത്ത് ഇതുപോലെ അടച്ചു കൊടുക്കുക. എല്ലാം അതുപോലെ നമുക്ക് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ എടുത്ത് വെക്കണം. എല്ലാം ഇതുപോലെ ബോൾസായി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവി കയറ്റിയെടുക്കണം. അതിനായി സ്റ്റൗ మీద ഒരു ആവിച്ചമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബോളുകളെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ബോളുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് മൂടിയിട്ട് ആവി കയറ്റിയെടുക്കാം നമുക്ക്. അത് വേവിച്ച് അവിടുന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ബനാന ബോൾസ് വരെ റെഡിയായിട്ടുണ്ട്. 1/4 കപ്പ് അരിപ്പടിയും 3 പഴവും എടുത്തതിൽ നിന്നും 10 ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വൈകുന്നേരത്തെ സ്നാക്സിനായി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എന്നാൽ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ബനാന ബോൾസാണ്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.